ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് തീയതിയിലാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗളി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ഉത്തരം ജനഗണമന. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരങ്ങളുണ്ട്? ഉത്തരം 24. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1942. ഉപ്പു സത്യാഗ്രഹം അതായത് ദണ്ഡിയാത്ര നടന്ന വർഷം ഏത്? ഉത്തരം 1930. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ഭഗത് സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. ജാലിയൻ വാലാബാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അമൃത്സർ, പഞ്ചാബ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം W.C. ബാനർജി. സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജി എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം സത്യമേവ ജയതേ. ആസാദ് ഹിന്ദ് ഫൗജ് നയിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഉത്തരം സാരനാഥിലെ അശോക സ്തംഭം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ അവസാന വൈസ്രോയും ഇദ്ദേഹം തന്നെയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം C. രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ B.R. അംബേദ്കർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മീററ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സൈനികൻ ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ലോകമാന്യ എന്ന വിശേഷണം ലഭിച്ച നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ദേശബന്ധു എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം ചിത്തരഞ്ജൻ ദാസ്. ഭാരതത്തിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ പ്രധാന സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ.
സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏത്? ഉത്തരം 1928. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഏത് കമ്മീഷനെതിരെയായിരുന്നു? ഉത്തരം സൈമൺ കമ്മീഷൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം ഏത്? ഉത്തരം മുംബൈ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയതായി അറിയപ്പെടുന്ന ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഭിക്കാച്ചി കാമ. ഭിക്കാച്ചി കാമ ഇന്ത്യൻ പതാക ഉയർത്തിയത് ഏത് രാജ്യത്താണ്? ഉത്തരം ജർമ്മനി. സ്റ്റുട്ട്ഗാർട്ട് 1907. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെൻറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം റാണി ഝാൻസി റെജിമെൻറ്റ്. റാണി ഝാൻസി റെജിമെൻറ്റിൻ്റെ കമാൻഡർ ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗൽ. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തരം മുണ്ടകോപനിഷത്ത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാക്കോരി ഗൂഢാലോചന നടന്ന വർഷം ഏത്? ഉത്തരം 1925. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. സർഫറോഷി കി തമന്ന എന്ന പ്രശസ്ത ദേശഭക്തിഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ബിസ്മിൽ അസീമാബാദി. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി ഏത്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഏത് ദിവസമാണ്? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ആകെ എത്ര ദിവസം എടുത്തു? ഉത്തരം 2 വർഷം 11 മാസം 18 ദിവസം, മൊത്തം 1141 ദിവസം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വിദേശ ഭരണഘടന ഏതാണ്? ഉത്തരം ബ്രിട്ടൻ്റെ ഭരണഘടന. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം സത്യമേവ ജയതേ. ഇന്ത്യൻ ദേശീയ ചിഹ്നം സ്വീകരിച്ച വർഷം ഏത്? ഉത്തരം 1950. സാരേ ജഹാൻ സേ അച്ഛ രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇഖ്ബാൽ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഉത്തരം 1911. വന്ദേ മാതരം ഏത് നോവലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ആനന്ദമഠം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. മലബാർ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1921. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1924. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ സമരം ഏതാണ്? ഉത്തരം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ഉത്തരം VD സവർക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കും എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്.
ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 1915. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം എ.ഒ. ഹ്യൂം. വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം ഏതാണ്? ഉത്തരം 1919 ഏപ്രിൽ 13. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ലാഹോർ 1929. 1930 ജനുവരി 26 ഇന്ത്യ ആചരിച്ചത് എന്താണ്? ഉത്തരം പൂർണ്ണ സ്വരാജ് ദിനം. ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് തീയതിയിലാണ്? ഉത്തരം 1947 ജൂലൈ 22. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധ വിപ്ലവകാരനായ ചന്ദ്രശേഖർ ആസാദിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ചന്ദ്രശേഖർ തിവാരി. 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനമന്ത്രി ആരായിരുന്നു? ഉത്തരം ആർ.കെ. ഷൺമുഖം. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഉത്തരം ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധി. ഭാരതമാത എന്ന ചിത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഉത്തരം അംബനീന്ദ്രനാഥ ടാഗോർ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഭാരതത്തിൻ്റെ ഇരുമ്പു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രം ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം സാരനാഥിലെ അശോക സ്തംഭം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കുകളോടെയാണ്? ഉത്തരം നാം ഇന്ത്യയിലെ ജനങ്ങൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച പ്രമുഖ നേതാക്കളിൽ ഒരാൾ ആരാണ്? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ചർക്കയ്ക്ക് പകരം അശോക ചക്രം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച മാനദണ്ഡം ഏത് സ്ഥാപനമാണ് നിശ്ചയിക്കുന്നത്? ഉത്തരം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഔദ്യോഗിക വർണ്ണന ഭരണഘടനയിൽ അല്ല ഏത് രേഖയിലാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ ഫ്ലാഗ് കോഡ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയത് ഏത് തീയതിയിലാണ്? ഉത്തരം 1947 ജൂലൈ 18. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിൽ ഏക വനിതാ ക്യാബിനറ്റ് മന്ത്രി ആരായിരുന്നു? ഉത്തരം രാജകുമാരി അമൃത് കൗർ. സ്വാതന്ത്ര്യ സമരകാലത്ത് കേസരി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഭരണഘടനാ സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ഉപയോഗിക്കുന്ന അശോക ചക്രം ഏത് ചരിത്ര ചക്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്? ഉത്തരം സാരനാഥിലെ അശോക സ്തംഭത്തിലെ ധർമ്മചക്രം.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്തയിൽ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യ ദേശീയഗാനം ആലപിക്കപ്പെട്ട പ്രധാന ഔദ്യോഗിക ചടങ്ങ് നടന്നത് എവിടെയായിരുന്നു? ഉത്തരം ന്യൂഡൽഹിയിലെ ഭരണഘടനാ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂട്ടന്റ് അസംബ്ലിയിൽ. സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രി, അതായത് ട്രിസ്റ്റ് വിത്ത് ദി ഡെസ്റ്റിനി പ്രസംഗം ജവഹർലാൽ നെഹ്റു നടത്തിയ സമയം ഏകദേശം എത്രയായിരുന്നു? ഉത്തരം 1947 ഓഗസ്റ്റ് 14-15 ദിവസം അർദ്ധരാത്രി ഏകദേശം 12 മണിക്ക്. സ്വാതന്ത്ര്യദിന ക്വിസ് ഇതോടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ശരിയുത്തരം പറയാൻ കഴിഞ്ഞു? നിങ്ങളുടെ സ്കോർ കമൻറ്റിൽ പറയൂ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം വിജ്ഞാനപ്രദമായ ക്വിസുകൾക്കും ചരിത്ര വീഡിയോകൾക്കും നമ്മുടെ അഞ്ജൂസ് ചാനൽ ഹബ് സബ്സ്ക്രൈബ് ചെയ്യൂ.